കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം നമ്മളുടെ അടുത്ത് ഏത് കളറാണോ ഉള്ളത് അത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം. ഞാൻ പച്ചയും അതേപോലെ തന്നെ റെഡുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും പകുതി പകുതിയായിട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ മുഴുവനായിട്ട് എടുത്തു. പിന്നീട് ഹാഫ് സവോള എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളതിന് പകരം എണ്ണയ്ക്ക് പകരം ബട്ടറാണ് ഒഴിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മെൽറ്റായി കൊണ്ടിരിക്കുന്ന ബട്ടറാണുള്ളത്. അപ്പോൾ നമ്മൾ അത് ഇൻഗ്രീഡിയൻസ് അവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം മക്രോണി കൊണ്ടാണ് പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്രോണി വേവിക്കാനായിട്ട് ഒരു തവി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ച മക്രോണി ഇട്ടു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നീട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തു. മക്രോണി മിനിമം 8 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പാകമായിട്ട് വരും. അപ്പോൾ നമ്മളത് ഊറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതിലേക്കുള്ള ബാക്കി ചേരുവകൾ ഉണ്ടാക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ബട്ടർ അല്പം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് അത് മെൽറ്റാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടർ നന്നായി ചൂടായി വന്നു എന്ന് ഉറപ്പായാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സ്മെല്ല് ഒന്ന് മാറി ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുക. സവോള നന്നായി വഴന്നു വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കൻ ഗ്രീനും അതുപോലെ തന്നെ ക്യാപ്സിക്കൻ റെഡും നമ്മളിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി വീണ്ടും വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറുന്ന ആ ഒരു രുചിയാണ് നമുക്കിതിനാവശ്യം. നന്നായി വഴന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തുകൊണ്ട് അത് 1 സ്പൂൺ ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം മൈദ അതിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസോളം വരുന്ന പാല് നമ്മൾ അതിലേക്ക് മിക്സായിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കട്ടയില്ലാത്ത രൂപത്തിൽ രണ്ടും മൈദയും അതുപോലെ തന്നെ പാലും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നീട് അതൊരു ക്രീമി രൂപത്തിലായി വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മക്രോണി അതിലേക്ക് ഇടുക. അതിന് മുൻപേ ആയിട്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച മക്രോണി ഇടുക. മക്രോണി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി മിക്സാക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ മസാല കൂടി
ഇട്ടതിന് ശേഷം രണ്ടും മക്രോണിയും അതുപോലെ തന്നെ മസാലയും നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്.